UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലോട്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ബ്രിസ്റ്റോളിലാണ്. ബ്രിസ്റ്റോളിൽ മലയാളികളുടെ ഇടയിൽ നല്ല രീതിയിൽ മോർഗേജിലും ഇൻഷുറൻസിലും നല്ല സേവനങ്ങൾ അനുഷ്ഠിച്ചു വന്ന വൈസ് ഫിനാൻസ് സർവീസ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നോയിച്ചൻ അഗസ്റ്റിൻ്റെ ഒപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. നമസ്കാരം. നമസ്കാരം. നാട്ടിലെവിടെയാണ് അപ്പോൾ? നാട്ടിൽ തൊടുപുഴ. UK വന്നിട്ട് എത്ര വർഷമായി? അപ്പോൾ UK വന്നിട്ട് ഏകദേശം 18 വർഷമായി. വൈസ് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം എത്ര വർഷമായി? 2019 വൈസ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്നൊരു കമ്പനി UK രജിസ്റ്റർ ചെയ്യുകയും കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കോൺസെപ്റ്റ്? ഞാൻ UK വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിലായിരിക്കും തന്നെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നു. UK വന്ന ആ കാലഘട്ടങ്ങളിൽ ചില സാങ്കേതികതകളാൽ എനിക്ക് ബിസിനസ് ചെയ്യുവാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഏകദേശം 5ഓളം വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ചെറിയ ബിസിനസ്സുകളുമായിട്ട് UK ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 2017 കാലയളവിൽ പ്രൊട്ടക്ഷൻ അഡ്വൈസറായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും 2018 സർട്ടിഫൈഡ് മോർഗേജ് അഡ്വൈസറായി 2018 തന്നെ വൈസ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും UK മലയാളികൾക്ക് വേണ്ടി മോർഗേജ് ഇൻഷുറൻസ് അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും മോർഗേജ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും നമ്മുടെ ആളുകൾക്ക് എന്ത് സർവീസാണ് അതിൽ നമ്മൾ കൊടുക്കുന്നത്? മോർഗേജ് എന്ന് പറയുമ്പോൾ UK വരുന്ന ഓരോ മലയാളികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ മോർഗേജ് എടുക്കുവാൻ വേണ്ടി അല്ല UK എത്തിക്കഴിയുമ്പോൾ ജോലിയിലൊക്കെ കയറി കഴിയുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സർവീസും നമ്മൾ ഈ വൈസ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോർഗേജ് എടുക്കുവാൻ വേണ്ടിയുള്ള പ്രധാന കടമ്പ എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇനഫായിട്ടുള്ള ഡിപ്പോസിറ്റ് തുകയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന മലയാളികൾക്ക് ആർക്കും വേണമെങ്കിലും മോർഗേജ് എടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഏകദേശം 50ഓളം പേര് അടങ്ങുന്ന വലിയൊരു ക്രൂ തന്നെയാണ് ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അഡ്വൈസേഴ്സായിട്ടും ഇൻട്രൊഡ്യൂസേഴ്സായിട്ടും ഞങ്ങളുടെ കമ്പനിയിൽ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും UK എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നമ്മളൊരു മലയാളി ഇവിടെ വന്ന് നമ്മുടെ ബിസിനസ് കെട്ടിപ്പൊക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ? നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഹാർഡ് വർക്ക് ഇല്ലാതെ നമ്മൾ ഒരിടത്തും നമ്മൾ എത്തിപ്പെടില്ല. ഇപ്പം UK കേരളത്തിലാണേലും രാജ്യത്തിൻ്റെ ഏത് മേഖലകളിലും നമ്മൾ എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ബിസിനസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ് അതൊരു ഗ്രൂപ്പ് വെഞ്ചറാണ്. ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട്, അതുപോലെ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ഇതെല്ലാമാണ് എന്നെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സഹായിച്ചത്. പിന്നെ നമ്മൾ എന്ത് മേഖലകളിലേക്ക് ഇറങ്ങിയാലും ഏത് മേഖലകളിലേക്ക് ഇറങ്ങിയാലും UK പോലുള്ള ഒരു രാജ്യത്ത് അതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കാൻ ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കമ്പനി ഹൗസിൽ കയറിയാൽ ഞങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ AFCയുടെ രജിസ്റ്ററിൽ കയറിയപ്പോൾ ഞങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ നാളെ നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു മോർഗേജ് എടുക്കാനോ നിങ്ങൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആരാണ്, ജെന്യുവൻ ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിലുപരി എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ, എനിക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിളുണ്ട്. അത് നാട്ടിൽ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അതുപോലെ തന്നെ UK വന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിശ്വസിക്കാവുന്ന ഏത് പാതിരാത്രിയിലും വിളിച്ച് സംശയം ചോദിക്കുന്ന സപ്പോർട്ട് തരുന്ന ഒരുപാട് ഫ്രണ്ട്സുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇവരൊക്കെയാണ് എൻ്റെ ഈ ബിസിനസ്സിലും എൻ്റെ ജീവിതത്തിലും വിജയത്തിനൊക്കെ കാരണമായിട്ടുള്ളത്. നോയിച്ചൻ സാറിൻ്റെ ഫാമിലിനെ പറ്റി 2 വാക്കൊന്ന് പറയാമോ? ഭാര്യ സൗത്ത് മെൻ്റ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത മോൻ വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ അക്കൗണ്ടിങ്ങിന് പഠിക്കണം. രണ്ടാമത്തെ മോള് 9th സ്റ്റാൻഡേർഡിൽ. ഇപ്പം UK വന്നിട്ട് 18 വർഷമായെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ നിലനിന്ന് പോകുന്നത്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിജയങ്ങൾക്ക് എന്നും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബ്രദേഴ്സും എൻ്റെ സിസ്റ്റേഴ്സുമാണ്. എൻ്റെ കുടുംബമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിരുന്നത്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ദിനചര്യ ആരംഭിക്കുന്നത് പോലും രാവിലെ ഏറ്റിട്ട് എൻ്റെ അമ്മേനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടന്മാരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ടോ ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിൽ നമ്മുടെ ഒപ്പം ഇത്രയും നേരം ടൈം പങ്കുവെച്ച നോയിച്ചൻ സാറിന് ഒരു ബിഗ് താങ്ക്സ്.